ഓഡിയൻസ് എല്ലാവർക്കും പത്തനംമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇത് പുത്തൻ പ്രമോ വിശേഷം എന്ന് പറയാൻ എനിക്കൊരു ഇച്ചിരി ഇതുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറെ ഒരു ദിവസമായിട്ട് ഇത് തന്നെയാട്ടോ തന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ നമ്മുടെ അനന്തപുരിയിൽ നമ്മുടെ ജലജയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇടത്തി ഇപ്പൊ സഹായിച്ചത് ഏതോ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ പറ്റി പുകഴ്ത്തി പറയാതെ ഇപ്പോഴും നയനാന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കി അടിക്കുന്നത് എന്തിനാ ചെയ്യട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശൻ അച്ഛനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ നയനയാണ് ആ ഒരു കരള് പകത്ത് കൊടുത്തതെന്നുള്ളൊരു കാര്യം. അപ്പൊ അനന്തപുരിയിൽ പതിവ് പോലെ അങ്ങനത്തെ സംസാരങ്ങൾ തന്നെ നടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിലും കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ജയനാണെങ്കിൽ നമ്മുടെ അനിയുടെ അച്ഛന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം, അനി അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കരുത്. കാരണം അവന്റെ ഒരു ജീവിതം, ആ ഒരു കുടുംബജീവിതം അങ്ങനെയാണെങ്കിൽ നഷ്ടമാകും. ആദർശം അഭിയുമൊക്കെ ആ ഒരു കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ അവന്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് ഏറ്റവും കൂടുതൽ സങ്കടമാക്കുന്നത് നമ്മുടെ ആദർശിനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ അനാമികയുടെ അടുത്ത് മാക്സിമം ക്ഷമിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയൻ നമ്മുടെ അനിയുടെ അച്ഛനോട് പറയുന്ന ഒരു രംഗങ്ങളും ചെറുതായിട്ടൊന്ന് കുത്തിക്കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് പതിവ് പോലെ തന്നെ നയന ഭയങ്കര ശോകം അടിച്ചിരിക്കുക കേട്ടോ. അവിടെ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ശോകം അടിച്ചിരിക്കുക. അപ്പം നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് ആ ഒരു ശരീരത്തിന്റെ വേദനയൊന്നും അല്ല, തൻ്റെ അമ്മായിമ്മ തന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന മാത്രമായിട്ട് ഇപ്പോഴും ആ ഒരു മനസ്സിൽ കിടക്കുന്നത്. ഈ ഒരു നയനയുടെ വേദന തന്നെയാണ് നമ്മൾ പത്തനംമാറ്റ പ്രേക്ഷകരുടെ വേദനയും അല്ലെ. ഇതിൽ എന്തെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ നമുക്കൊക്കെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.